അപ്പോൾ CST 466 ഡേറ്റ മൈനിങ് 1.6 ഡേറ്റ മൈനിങ് ഫംഗ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡേറ്റ മൈനിങ് ഇഷ്യൂസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ട് ഡേറ്റ മൈനിങ് ഇഷ്യൂസ് ആണ് നമ്മളതിൽ പറയുന്നത്. ഇഷ്യൂസ് എപ്പോഴും 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, ഹ്യൂമൻ ഇന്ററാക്ഷൻ. അപ്പോൾ ഡേറ്റ മൈനിങ് പ്രോബ്ലം ആർ ഓഫൻ നോട്ട് പ്രിസൈസ്ലി സ്റ്റേറ്റഡ്. ഇന്റർഫേസ് മേ ബി നീഡഡ് വിത്ത് ബോത്ത് ഡൊമൈൻ ആൻഡ് ടെക്നിക്കൽ എക്സ്പേർട്സ് വേണം. അപ്പൊ അവരിൽ നിന്നാണ് നമുക്ക് ക്വയറീസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ യൂസർ ആർ നീഡഡ് ടു ഐഡന്റിഫൈ ട്രെയിനിങ് ഡേറ്റ ആൻഡ് ഡിസൈർഡ് റിസൾട്ട്. അപ്പൊ ഹ്യൂമന്റെ ഇന്ററാക്ഷൻ കാരണം പല ഇഷ്യൂസും ഉണ്ടാവാം. ഇനി ഓവർ ഫിറ്റിംഗ് ഒക്കേഴ്സ് വെൻ മോഡൽ ഡസ് നോട്ട് ഫിറ്റ് ദ ഫ്യൂച്ചർ സ്റ്റേറ്റ്. അപ്പൊ ഒരു മോഡല് ഫ്യൂച്ചർ സ്റ്റേറ്റിൽ ഫിറ്റ് ആവത്തില്ല എങ്കിൽ നമുക്ക് പറയാം ഇത് ഓവർ ഫിറ്റിംഗ് ആണ്. For example, the classification model employee data may be developed to classify the employee short, medium, or tall. If the database is quite small, the model might erroneously indicate the short person is anyone under 5 feet inches because there is one entry that the training database under 5 feet. In case many future employees would be erroneously classified as short. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഒരു ലിമിറ്റ് തരയാണെങ്കിൽ ആ ഒരു ലിമിറ്റിൽ ഫിറ്റ് ചെയ്യാത്ത കുറച്ച് ഡേറ്റ ഉണ്ടാവില്ല, അതാണ് ഓവർ ഫിറ്റിംഗ്. ഇനി ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഫിറ്റ് നൈസ്ലി ഇൻ ടു ദ ഡിറൈവ്ഡ് മോഡൽ. നമ്മൾ എടുത്തിരിക്കുന്ന മോഡലിൽ ഫിറ്റ് ആവത്തില്ല, അതിനാണ് ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട് മീൻസ് ഡേറ്റ മൈനിങ് ഔട്ട്പുട്ട് മേ ബി റിക്വയർ എക്സ്പേർട്സ് ടു കറക്റ്റ്ലി ഇന്റർപ്രറ്റ്. എക്സ്പേർട്സ് വേണം നമുക്കത് കറക്റ്റ്ലി ഇന്റർപ്രറ്റ് ചെയ്യാൻ. ഇനി വിഷ്വലൈസേഷൻ ടു ഈസിലി വ്യൂ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡേറ്റ. വിഷ്വലൈസേഷൻ ഓഫ് ഇത് ഹെൽപ്ഫുൾ ആണ്. ഇനി ഹൈ ഡയമെൻഷനാലിറ്റി എന്ന് പറഞ്ഞാൽ not all attributes needed to be solved in a given data mining problem. Use of some attributes may interface correct form. അപ്പൊ എന്തെങ്കിലും ചില ആട്രിബ്യൂട്ട്സിന്റെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ഒരു മെത്തേഡ് ഡേറ്റ മൈനിങ് ടാസ്ക് ഡിസ്ട്രപ്റ്റ് ആയി പോകണം, നമ്മുടെ അൽഗോരിതത്തിന്റെ എഫിഷ്യൻസി കുറയണം. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ഹൈലി ഡയമെൻഷനാലിറ്റി എന്ന് പറയുന്നത്. ഇനി മിസ്സിംഗ് ഡേറ്റ, കുറെ ഡേറ്റ മിസ്സിംഗ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഡേറ്റ മൈനിങ്ങിൽ ഇഷ്യൂസ് വരും. അതുപോലെ തന്നെ ഇറലവന്റ് ആയിട്ടുള്ള ഡേറ്റ, നോയ്സി മീൻസ് ഇൻവാലിഡ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഡേറ്റ. പിന്നെ ചേഞ്ചിങ് ഡേറ്റ, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡേറ്റ മൈനിങ്ങിൽ അത് ഭയങ്കര വലിയ ഇഷ്യൂസ് ആയിട്ടാണ് വരാം. ഇനി നമ്മുടെ പ്രീവിയസ് ഇയറിലെ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും ആണ് ഈ കാണിച്ചിരിക്കുന്നത്. OLTPയും OLAPയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിന്റെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ROLAP, MOLAP, HOLAP അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതുപോലെ ഇതൊരു പ്രോബ്ലം ആണ്. ഇതിന് 7 മാർക്സ് ആണുള്ളത്. ഇതിലൊരു സ്നോഫ്ലേക്ക് സ്കീമ വരക്കാനാണ്, അതുപോലെ തന്നെ ഒരു സ്റ്റാർ സ്കീമ. പ്രോബ്ലംസ് നമ്മളൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. 3 ടയർ വെയർ ഹൗസ് ആർക്കിടെക്ചർ നമ്മൾ വരക്കാൻ പഠിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. OLAP ഓപ്പറേഷൻസ് നമ്മളൊരു 5 ഓപ്പറേഷൻസ് പഠിച്ചു. 5 ഓപ്പറേഷൻസ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ്. ഡിഫറെന്റ് ഇഷ്യൂസ് ഓഫ് ഡേറ്റ മൈനിങ് അഗെയിൻ 7 മാർക്ക്. ഓക്കെ, ഇതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. OLAP നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇതും നമുക്ക് പറയാനുണ്ട്. ഇഷ്യൂസ് റിപ്പീറ്റഡ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പ്രോബ്ലം നമ്മൾ പ്രോബ്ലംസിൽ ഡിസ്കസ് ചെയ്യും. ആപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ വെയർ ഹൗസ്, അതുപോലെ തന്നെ സിമിലാരിറ്റി ആൻഡ് ഡിഫറൻസ് ഓഫ് സ്റ്റാർ ആൻഡ് സ്കീമ, സ്നോഫ്ലേക്ക്. പിന്നെ എക്സ്പ്ലെയിൻ KDD പറഞ്ഞു. സ്റ്റേജസ് ഓഫ് ഡേറ്റ മൈനിങ് ഇൻ ബിസിനസ് ഇന്റലിജൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഡേറ്റ മൈനിങ്. ഇനി ഡിഫറെന്റ് ഇഷ്യൂസ് ഇൻ ഡേറ്റ മൈനിങ്, അതുപോലെ തന്നെ ഡേറ്റ വെയർ ഒരു പ്രോബ്ലം ആണ്, പ്രോബ്ലം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ROLP, MOLP, HOLP means it is also a multi-dimensional database used to store location. അപ്പോൾ ഇതാണ് ഇവിടെ ലോ ലാറ്റൻസി, ഹൈ ലാറ്റൻസി, മീഡിയം ലാറ്റൻസി, സ്ലോ ക്വറി, ഫാസ്റ്റ് ക്വറി, മീഡിയം ക്വറി. പ്രോസസ്സിംഗ് ടൈം ഒക്കെ വെച്ചിട്ടാണ് വെരി സ്ലോ, ഫാസ്റ്റ്. ഇവിടെ ലാർജ് സ്റ്റോറേജ്, സ്മോൾ. അത് നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്ക് എന്താണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ് ഇന്റലിജൻസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. പല ഡേറ്റ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെയർ ഹൗസിൽ കൊടുക്കും, പിന്നെ OLAP ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. അതിനനുസരിച്ച് ഡേറ്റ അനലിറ്റിക്സ് റിപ്പോർട്ടിംഗ്, പിന്നെ ശേഷമാണ് ബിസിനസ് ഇന്റലിജൻസിലെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പ്രോബ്ലംസ് നമ്മൾ വരുന്ന വീഡിയോയിൽ ചെയ്ത് ഇടുന്നതായിരിക്കും. സോ താങ്ക് യു. ഇത്രേ ഉള്ളൂ നമ്മുടെ മൊഡ്യൂൾ 1. ഒരു പ്രോബ്ലം വീഡിയോ മാത്രമാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത്, അത് നമ്മൾ സൂൺ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.